ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയാണ്. കൂടെ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജുമുണ്ട്. വീണ ജോർജ് വയനാട്ടിലേക്ക് തിരിക്കുന്ന ഇടയിലാണ് അവർക്ക് ഒരു കാറപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൈക്ക് ചെറുതായി പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരെ ആരോഗ്യമന്ത്രി സന്ദർശിക്കുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നവരെ കാണുകയാണ്. ഇത് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകേണ്ടവർ ഒരു ഭാഗത്തുണ്ട്. ചെറിയ പരിക്കുകളോടെ എത്തിയവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടവർ ഒരു ഭാഗത്തുണ്ട്. ഈ ദുരന്തത്തെ അതിജീവിച്ചവർ അവരെ നേരിട്ട് കണ്ട് സമാശ്വസിപ്പിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അവർക്കൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെയാണ് ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവർ ഒരു ഭാഗത്തുണ്ട്. അവർക്ക് വേണ്ട വിദഗ്ധ വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. അടിയന്തര ചികിത്സ ആവശ്യമായ ആളുകളെ മറ്റൊരിടത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഇവരൊക്കെ തന്നെ ഈ ദുരന്തത്തെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് ഇവരുടെ ഈ പരിക്കുകൾ വളരെ വേഗം ഭേദമായി അവർ ജീവിതത്തിലേക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് കരുതാം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയാണ് ആരോഗ്യമന്ത്രി. ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവരെ കണ്ട് രക്ഷിതാക്കളെ കാണുന്നു. അവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആരോഗ്യമന്ത്രി വീണ ജോർജും സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ചികിത്സയിലുള്ള ആളുകളെ സന്ദർശിക്കുകയാണ്. കാര്യം പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വിംസ് ആശുപത്രിയിൽ ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. ഒരു കുട്ടിയോട് സൗഹൃദ സംഭാഷണം നടത്തുകയാണ് മന്ത്രി വീണ ജോർജ്. മഞ്ചേരിയിലുണ്ടായ ചെറിയ അപകടത്തിന് ശേഷം അവരുടെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു. അതുപോലെ തലയ്ക്കും ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കുന്നു. എന്നാൽ ഈ വയനാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് അവർക്ക് ഈ പരിക്കേറ്റത്. എന്നാൽ അതൊക്കെ അവഗണിച്ചാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് നിസ്സാരമായ പരിക്കുകളാണെന്നതുകൊണ്ടുകൂടിയാവാം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മേപ്പാടി വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡോക്ടേഴ്സൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇപ്പോൾ സമീർ ബിൻ കരീം കൂടി ഈ ആശുപത്രിയിൽ നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, യഥാർത്ഥത്തിൽ അവിടെ കുറച്ചധികം ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ. നിലവിൽ വിംസ് ആശുപത്രിയിൽ 70-ലധികം ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരെയൊക്കെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നിലവിൽ ഡോക്ടേഴ്സുമായി അദ്ദേഹം സംസാരിക്കുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായും അദ്ദേഹം കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് നിലവിൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ അടുത്തേക്ക് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ രോഗികളുമായി അദ്ദേഹം സംസാരിക്കുന്നു. രോഗികളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്നു. രക്ഷപ്പെട്ടുവന്ന ആളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്നു. ഡോക്ടർമാരോട് വേണ്ട വിശദമായി ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചറിയുന്നു. ഇതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഇദ്ദേഹം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുന്നെയാണ് വിംസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഇവരെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ വേണ്ടി ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും നിലവിൽ അദ്ദേഹം ആശുപത്രി അധികൃതർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജുമായും നിലവിൽ ഒരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വളരെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം തന്നെ വളരെ വിശദമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചറിഞ്ഞു. മന്ത്രി വീണ ജോർജ് വളരെ കൃത്യമായി തന്നെ എല്ലാം വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഈ അദ്ദേഹം ഈ അപകടം നടന്ന ചുരുൾമലയും ഒപ്പം തന്നെ ഈ ഭാഗവും അതിന് പിന്നാലെ ഈ മേപ്പാടിയിലെ ക്യാമ്പും എല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രക്ഷപ്പെട്ട ആളുകളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് മേപ്പാടി വിംസ് ആശുപത്രിയിൽ നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ സ്കൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ ഉരുൾപൊട്ടൽ തകർന്നുപോയ സ്കൂളാണിത്. ഈ സ്കൂളിലാണ് നമ്മൾ അതിൻ്റെ തലേദിവസം ഈ ഉരുൾപൊട്ടൽ നടന്ന മിനിഞ്ഞാന്ന്, ഉരുൾപൊട്ടൽ ഇന്നലെയായിരുന്നു, മിനിഞ്ഞാന്ന് നമ്മളിവിടെ ഷൂട്ട് ചെയ്ത് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷം അന്ന് വളരെ പച്ച പരവതാനി പോലെ കിടന്ന സ്ഥലമാണിപ്പോൾ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ് ഭീകരമായിട്ട് നമുക്ക് കണ്ടാൽ ഭീതിതമായ ചിത്രം സമ്മാനിക്കുന്ന രീതിയിൽ കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പച്ച കമ്പളം വിരിച്ചതുപോലെ വയനാട് കിടക്കുന്നു എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈ കമ്പളത്തിൻ്റെ മുകളിലേക്കാണ് കുതിച്ചു പാഞ്ഞെത്തിയ ഉരുൾപൊട്ടൽ ജലമായി പെയ്തിറങ്ങിയതും ഒരുപാട് പേർക്ക് മരണശിക്ഷ വിധിച്ചതും എന്ന് വേണമെങ്കിൽ പറയാം. മരണം പെയ്തിറങ്ങിയ ഈ വഴികളിലൂടെയൊക്കെ തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ ഇപ്പോൾ മരണം 172 എന്ന വാർത്തകൾ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് വേദനിച്ചു പോകും. ഇപ്പോൾ വരുന്ന വാർത്തയാണ് മരണം 172 ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കപ്പെട്ട മേപ്പാടി CHCയിൽ
173 ഇപ്പോൾ മരണം. മേപ്പാടി CHCയിൽ 77 മൃതദേഹങ്ങൾ കണ്ടു. അതുപോലെ മുണ്ടക്കൈയിൽ ഇന്ന് 11 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതേപോലെ നിലമ്പൂരിൽ നിന്ന് 71 മൃതദേഹങ്ങൾ വന്നു. മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഇപ്പോൾ 12 മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ 1, വൈത്തിരി ഹോസ്പിറ്റലിൽ 1, അങ്ങനെ 171 മൃതദേഹങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 171 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ 220ഓളം ആളുകളെ കാണാനില്ല എന്ന രീതിയിൽ വാർത്ത വരുന്നു. ബന്ധുക്കൾ പറയുന്നത് 240 പേരെ കാണാനില്ല എന്നാണ്. 220 എന്ന് പറയുന്നത് കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാണ്. എന്നാൽ ബന്ധുക്കൾ പറയുന്നത് 240 പേരെന്നാണ്. അപ്പോൾ മണ്ണിനടിയിൽ അമർന്നു കിടക്കുന്ന കെട്ടിട കൂരകൾക്ക് അടിയിൽ നിന്ന് നമ്മുടെ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും രക്ഷാസേന തുടരുകയാണ്. എന്നാൽ അവർക്ക് ആവശ്യമായ പണിയായുധങ്ങളും സജ്ജീകരണങ്ങളും ഇല്ല, സാങ്കേതിക സാധ്യതകളും അവർക്ക് പലയിടത്തും ലഭ്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും വളരെ ഏകോപനം വളരെ ഗംഭീരമായ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ വീണ ജോർജ് ഡോക്ടേഴ്സുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ രോഗികളുടെ വിവരങ്ങളൊക്കെ അവർ ചോദിച്ചറിയുകയാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി വീണ ജോർജും മേപ്പാടി വിംസ് ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിലേക്കാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തിയത്. അവർ രാവിലെ തന്നെ വളരെ സജീവമായിരുന്നു. ഒരുപാട് രോഗികൾ അവിടെ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന. ആധുനിക സൗകര്യങ്ങളും എല്ലാവിധമായ ഒരുക്കങ്ങളും ഈ ആശുപത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായി പരിക്ക് പറ്റിയവരും അതുപോലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായി. വെന്റിലേറ്ററിലൊക്കെ കഴിയുന്ന 2-3 രോഗികളുമുണ്ട്. കാണാതായ 2 ഡോക്ടേഴ്സിൻ്റെ കുടുംബം 2 പേരും ഈ ആശുപത്രിയിലാണുള്ളത്. നിങ്ങൾക്കറിയാം, ഒറീസയിലെ ഭുവനേശ്വറിൽ നിന്ന് വന്ന 2 ഡോക്ടേഴ്സിനെ ഇവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ രണ്ട് ബന്ധുക്കൾ ഈ ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കൊപ്പം ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ് ഈ സ്പെഷ്യൽ റിപ്പോർട്ടിങ്ങിൽ. മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ നേരിട്ട് കണ്ടവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഡോക്ടർമാരെ കണ്ടവരുടെ ചികിത്സാ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അട്ടമലയിലെയും ഒക്കെ രക്ഷാദൗത്യത്തിൻ്റെ വിവരങ്ങളിലേക്ക് കടന്നാൽ, കനത്ത മഴ ഈ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ പ്രദേശത്ത് നിന്ന് വരുന്നത്.